പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ ജോലി ഏൽപ്പിച്ച് അടങ്ങിയിരിക്കുകയല്ല ചെയ്തിരുന്നത്. അവർക്ക് പ്രയാസമേറിയ ജോലികൾ പ്രവാചകൻ സ്വയം ഏറ്റെടുത്ത് ചെയ്തിരുന്നു. ഒരിക്കൽ നബിയും അനുചരന്മാരും ഖന്തഖ് യുദ്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അനുചരന്മാർ കിടങ്ങ് കുഴിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ത്വരിതഗതിയിൽ തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിക്കാസിന് വഴങ്ങാത്ത ഒരുറച്ച ഭാഗം ഭൂമിക്കടിയിൽ കണ്ടു. അവരുടെ മുഴുവൻ കഴിവും പ്രയോഗിച്ച് അത് പിളർക്കാൻ പരിശ്രമിച്ചെങ്കിലും അല്പം പോലും അത് വഴങ്ങിയില്ല. അനുചരന്മാർ പ്രവാചകനോട് വന്ന് പറഞ്ഞു, പ്രവാചകരെ, പാറയുടെ ഉറച്ച ഭാഗം പൊട്ടിക്കാൻ എത്ര പരിശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കിടങ്ങിൽ ഞാനിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നബി ഉടനെ എഴുന്നേറ്റു. പ്രവാചകൻ പിക്കാസെടുത്ത് ആ സ്ഥാനത്ത് വെട്ടിക്കൊള്ളേണ്ട താമസം പാറ പിളർന്നു. അസഹനീയമായ വിശപ്പ് മൂലം തിരുമേനിയുടെ ഉദരത്തിന്മേൽ വലിയൊരു കല്ല് വെച്ച് കെട്ടിയിരുന്നു. പ്രവാചകൻ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ അനുചരന്മാർ അത് കണ്ടു. അന്നേക്ക് 3 ദിവസമായി അവരെല്ലാം ആഹാരം കഴിച്ചിട്ട്. പ്രവാചകൻ്റെ അവസ്ഥ കണ്ട അനുചരൻ ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് സമ്മതം വാങ്ങി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ പ്രവേശിച്ച പത്നിയോട് ജാബിർ റളിയല്ലാഹു അന്വേഷിച്ചു, ഞാൻ പ്രവാചകനിൽ അസഹനീയമായ ഒരു കാര്യം ദർശിച്ചിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് ക്ഷമിച്ചിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇവിടെ ആഹാര സാധനങ്ങളായി വല്ലതുമുണ്ടോ? ഇവിടെ കുറച്ച് ഗോതമ്പും ഒരു പെണ്ണാടുമുണ്ട്. ഭാര്യ മറുപടി പറഞ്ഞു. അദ്ദേഹം ആടിനെ അറുത്തു, മാംസം വെടിപ്പാക്കി പാകം ചെയ്യാനുള്ള പാത്രത്തിലാക്കി വെച്ചു. ഗോതമ്പ് പൊടി കുഴച്ചു വെക്കുകയും ചെയ്തു. മാംസവും മറ്റും അടുപ്പിൽ വെക്കാറായി. സമയം മധ്യാഹ്നത്തോടടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു നബിയെ വിവരമറിയിച്ചു. നബിയെ, അല്പം ആഹാരം എൻ്റെ വീട്ടിലുണ്ട്. താങ്കളും 1-2 ആളുകളും അവിടം വരെ വന്നാലും. എത്ര പേർക്കുള്ളതുണ്ട്? നബി അന്വേഷിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു ഉള്ള ഭക്ഷണത്തിൻ്റെ അളവ് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ വരുവോളം ഇറച്ചിക്കലവും ചപ്പാത്തിക്കലവും അടുപ്പിൽ നിന്നും ഇറക്കി നീക്കാൻ പാടില്ല. ഈ വിവരം നിൻ്റെ ഭാര്യയോട് വേഗം പോയി പറയുക. എല്ലാവരും വരിക, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകാം. റസൂലുള്ള അവിടെയുള്ള മുഴുവൻ ആളുകളെയും അറിയിച്ചു. വീട്ടിലെത്തിയ ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, പ്രിയെ, നീ സന്തുഷ്ടയായിക്കൊള്ളുക, നബിയും അനുചരന്മാരും എത്തിക്കഴിഞ്ഞു. പ്രവാചകനോട് എല്ലാ വിവരങ്ങളും പറഞ്ഞില്ലേ? ഭാര്യ ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. അല്പസമയത്തിനകം നബിയും സ്വഹാബികളും ജാബിർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലെത്തി. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി കടന്നിരിക്കുക, പ്രവാചകൻ അറിയിച്ചു. എല്ലാവരും ഭക്ഷണത്തിനായി ഇരുന്നു. നബി പുരയിൽ കയറിയ ഉടനെ പാചകമുറിയിലേക്കാണ് പോയത്. അടുപ്പത്ത് മാംസക്കറിയും ചപ്പാത്തിയും മൂടുവെച്ചിരിക്കുന്നു. പ്രവാചകൻ അതെടുത്ത് തിരുക്കരങ്ങൾ കൊണ്ട് വിളമ്പാൻ ആരംഭിച്ചു. വിശന്നു വലഞ്ഞ അനുയായികൾക്ക് തിരുമേനി വീണ്ടും വീണ്ടും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരത്ഭുതം! അവിടെ വന്ന മുഴുവൻ പേർക്കും വിശപ്പടങ്ങുവോളം അവിടെ നിന്നങ്ങനെ വിളമ്പിക്കൊടുത്തു. എന്നിട്ടും പാത്രത്തിൽ ഭക്ഷണത്തിൻ്റെ ശേഷിപ്പുണ്ടായിരുന്നു. അവ ശേഷിച്ച ആഹാരം ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുകയും മറ്റുള്ളവരെ സൽക്കരിക്കുകയും ചെയ്യാം. അവിടെ കണ്ടുനിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യക്ഷമായ ഒരു അത്ഭുതമായിരുന്നു ഈ സംഭവം.